ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1645. ഇന്ന് ജൂലൈ മാസം 2-ാം തീയതി 184-ാമത്തെ ദിവസത്തിലെത്തി. സംഘർഷങ്ങൾക്കിടയിലും നമ്മൾ എത്രമാത്രം ശാന്തത പുലർത്തുന്നുണ്ട്. ജീവിതത്തിന്റെ ആധികാരികതയും അഴകുമൊക്കെ നിർണയിക്കുന്നത് അതാണ്. നമ്മുടെയൊക്കെ സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടത്, ബന്ധങ്ങളൊക്കെ അറ്റുപോയതും ഇത്തരം അനാവശ്യമായ ചില സംഘർഷങ്ങളുടെ സമയത്ത് തന്നെയാണ്. അന്തരീക്ഷം, ചുറ്റുപാടുകൾ സംഘർഷമുഖരിതമായപ്പോൾ അറിയാതെ തന്നെ ഉള്ളിലെ ശാന്തതയൊക്കെ വിട്ടുപോയെന്നാണ് ഒടുവില് കണ്ടെത്താൻ പറ്റുക. വിശുദ്ധ വേദഗ്രന്ഥത്തിലുമുണ്ട് ഒരുപാട് സംഘർഷ മുഹൂർത്തങ്ങൾ. വലിയ കൊടുങ്കാറ്റുണ്ടായിരുന്നു. തിരമാലകളൊക്കെ വഞ്ചിയിലേക്ക് അടിച്ചു കയറി തുടങ്ങിയിരുന്നു. അപ്പോഴും ക്രിസ്തുയേശു അമരത്ത് തലയിണ വെച്ചുറങ്ങുകയായിരുന്നു. അങ്ങനെയാണ് സുവിശേഷം പറഞ്ഞു പോകുന്നത്. ഇതിനേക്കാൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ശാന്തതയുടെ ഒരു ചിത്രം വരയ്ക്കുക? ചുറ്റും ജലപ്രളയം, അതിനുമീതെ സൗമ്യമായി ഒരാൾ ഉറങ്ങുന്നു. യേശുവിനെ അന്ന് അപ്പോൾ ഉണർത്തുന്നത് തിരമാലകളല്ലായിരുന്നു, പിന്നെ ഒപ്പമുണ്ടായിരുന്ന ശിഷ്യന്മാരുടെ വലിയ നിലവിളിയാണ്. അപകടമല്ല, പിന്നെ അപകടത്തിൽ പെട്ടുപോയ കുറെ പേരുടെ നിലവിളിയാണ്. യേശു കടലിനെ ശാന്തമാക്കുന്നുണ്ട്. എന്നിട്ട് ശിഷ്യന്മാരോട് ശാന്തതയിൽ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെട്ടത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കൊട്ടും വിശ്വാസമില്ലേ? ഭയന്നുപോയത്, ആ പന്തിരുവരൊക്കെ ഭയന്നുപോയത് കടലിങ്ങനെ പ്രക്ഷുബ്ധമായി ഇളകിമറിഞ്ഞതുകൊണ്ടൊന്നുമല്ല, പിന്നെ അവരുടെ മനസ്സ് ഇളകിമറിയുന്നതുകൊണ്ടാണ്. യേശു ഉറങ്ങിയത് എങ്ങനെയാണ്? കടൽ ശാന്തമല്ലാതിരുന്നിട്ടും അവന്റെ മനസ്സ് ഒരു ശാന്ത സമുദ്രം പോലെയായിരുന്നു. യേശു ഇങ്ങനെ ശാന്തമായി മയങ്ങുന്നത് കണ്ടിട്ടെങ്കിൽ ശിഷ്യന്മാരും ഒന്ന് ശാന്തരാകേണ്ടതായിരുന്നു, വിശ്വസിക്കേണ്ടതായിരുന്നു. എന്താണ് വിശ്വസിക്കേണ്ടത്? അവനറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന്. കാറ്റ് വീശുന്നുണ്ട്, നന്നായി കടൽ ഇളകുന്നുണ്ട്, എങ്കിലും ഞാൻ ഉറങ്ങുകയാണ്, കാരണം അവൻ എന്റെ കൂടെയുണ്ട്. ഉള്ളിലെ ശാന്തത രൂപപ്പെടുത്തേണ്ട ഒരു വലിയ പുണ്യമാണ് ഈ വിശ്വാസം. ഇതൊരു വലിയ ഉറപ്പുമാണ്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.